നമസ്കാരം. ഞാൻ ഡോക്ടർ സുചിത്ര ശിവദാസ്, അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗത്തിലെ ഡോക്ടറാണ്. ഹീമോഫീലിയ എന്നത് ഒരു രക്തസ്രാവ രോഗമാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമുള്ള ശരീരത്തിലെ 2 ഫാക്ടേഴ്സ്, അതായത് ഫാക്ടർ 8 അല്ലെങ്കിൽ ഫാക്ടർ 9, ഫാക്ടർ 8 ഓർ ഫാക്ടർ 9, അതിൻ്റെ കുറവ് കൊണ്ടാണ് ഹീമോഫീലിയ ഉണ്ടാവുന്നത്. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ഹീമോഫീലിയയുടെ ജീൻ എക്സ് ക്രോമസോമിന്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾ, പ്രധാനമായിട്ട് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കുമാണ് ഹീമോഫീലിയ കണ്ടുവരുന്നത്. പെൺകുട്ടികൾ യൂഷ്വലി കാരിയേഴ്സ് ആണ്. സിവിയർ ഹീമോഫീലിയ സാധാരണഗതിയിൽ 1% കുറവ് ഫാക്ടർ ഉള്ളവരെയാണ് അത് പറയുക. സിവിയർ ഹീമോഫീലിയ തീരെ ചെറുപ്പത്തിലേ പ്രകടമാവും. കൊച്ചുകുട്ടികൾ മുട്ടുകുത്തി നീന്താൻ തുടങ്ങുമ്പോൾ മുട്ടിൽ നീര്, മുട്ടിന് ചുവപ്പ്, അല്ലെങ്കിൽ അസഹ്യമായ വേദന കൊണ്ട് ചിലപ്പോൾ കരച്ചിൽ, ഇതൊക്കെയായിരിക്കും രോഗലക്ഷണങ്ങൾ. തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. അതിന് പുറമെ ചില കുട്ടികൾക്ക് ത്വക്കിനടിയിൽ ബ്ലീഡിങ്, ചിലർക്ക് മൂക്കിന് ബ്ലീഡിങ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുമല്ലോ, ആ സമയത്ത് കയ്യിൽ നീര്, വീക്കം, വേദന, ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. മൈൽഡ് ഹീമോഫീലിയ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രകടമായ ലക്ഷണങ്ങൾ വരാം. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മാതാപിതാക്കൾ? അതായത് മുട്ടിന് ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് തന്നെയുള്ള പീഡിയാട്രിഷ്യനെ കാണിക്കുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഹീമോഫീലിയ തിരിച്ചറിയാൻ പറ്റും. ജനറ്റിക് ടെസ്റ്റ് വഴി അത് സ്ഥിരീകരിക്കാനും പറ്റും. ഹീമോഫീലിയക്കാരുടെ മെയിൻ കോംപ്ലിക്കേഷൻ എന്താണ്? സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് വരുന്നത് ജോയിൻറ്റിനുള്ളിലേക്കാണ്. മുട്ട്, കൈമുട്ട് എന്നീ സ്ഥലങ്ങളിലാണ് ബ്ലീഡിങ് വരുന്നത്. തലയുടെ അകത്ത് വരെ ബ്ലീഡിങ് വരാം. ബ്ലീഡിങ് പെട്ടെന്ന് തിരിച്ചറിയുക, അതാണ് ഏറ്റവും പ്രധാനം. മുട്ടുകളിലോ മറ്റിടങ്ങളിലോ ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തിന് റെസ്റ്റ് കൊടുക്കുക, ഐസ് വെക്കാം, ഒരു ക്രെപ്പ് ബാൻഡേജ് പോലെ ചുറ്റാം. അതിനുശേഷം ഈ ഫാക്ടർ ഏതാണോ കുറവ് അത് ഞരമ്പ് വഴി ഇഞ്ചക്ഷനായിട്ട് എടുക്കുകയും വേണം. ഓരോ പ്രാവശ്യവും ഇതുപോലെ ബ്ലീഡിങ് വന്നാൽ ആ ജോയിൻറ്റിന് നാശം സംഭവിക്കാം. ആ ജോയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ബുദ്ധിമുട്ട് വരാം. കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കളിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരാം. അതാണ് ഒരു കോംപ്ലിക്കേഷൻ. തലയുടെ അകത്ത് ബ്ലീഡിങ് വന്നാൽ ഇവൻ മരണം വരെ സംഭവിക്കാം. ഈ ബ്ലീഡിങ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലീഡിങ് വരാതിരിക്കാൻ ആഴ്ചതോറും ഫാക്ടർ ചെറിയ ഡോസിൽ എടുക്കാവുന്നതാണ്. ഫാക്ടർ 8 അല്ലെങ്കിൽ ഫാക്ടർ 9. ഇപ്പോൾ കുറേ പുതിയ മരുന്നുകളും വന്നിട്ടുണ്ട്. ഫാക്ടർ 8ൻ്റെ അപരന്മാർ, ഫാക്ടർ 8 മൈമെറ്റിക്സ് എന്ന് പറയും. ആ മരുന്നുകൾ തൊലിയുടെ അടിയിൽ എടുത്താൽ മതി. സോ അതെടുത്താൽ കുട്ടികൾക്ക് സാധാരണഗതി മറ്റ് ഹീമോഫീലിയ ഇല്ലാത്ത കുട്ടികൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും അവർക്ക് സുഗമമായിട്ട് ഏർപ്പെടാൻ പറ്റും. ഇപ്രാവശ്യത്തെ വേൾഡ് ഹീമോഫീലിയ ഡേയുടെ തീമാണ് ഡയഗ്നോസിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ. അതായത് എത്രയും പെട്ടെന്ന് ഹീമോഫീലിയ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലത്. അത് ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി ലാബുകളെ സജ്ജീകരിക്കണം. ലാബ് ടെക്നീഷ്യൻസിനെയും സ്റ്റാഫ് നഴ്സുമാരെയും ഡോക്ടർമാരെയും ട്രെയിൻ ചെയ്ത് നമ്മൾ ലോകത്ത് 75% കൂടുതൽ ഹീമോഫീലിയാക്സ് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സോ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക, ഉചിതമായ ട്രീറ്റ്മെന്റ് നൽകുക. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.